ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈനിങ് വെച്ചിട്ടുള്ളൊരു സ്ലിറ്റഡ് കുർത്തിയുടെ കട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി 2.5 മീറ്റർ മെയിൻ ക്ലോത്തും 2 മീറ്റർ ലൈനിങ്ങുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ് 2 മീറ്റർ എടുക്കാൻ കാരണം സ്ലീവ് 3/4 സ്ലീവിന് നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ 3/4 സ്ലീവാണ് ലൈനിങ്ങും കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ തുണി മേടിക്കേണ്ടതാണേ. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കേണ്ടത് ലൈനിങ്ങിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ ലെങ്താണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ലൈനിങ് നമുക്ക് 40 ഇഞ്ചാണ് ഒരു സൈഡിലേക്ക് ലൈനിങ് വേണ്ടതേ. ഇനി മെയിൻ ക്ലോത്ത് നമ്മൾ എടുക്കുന്നത് 44 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ എത്രയാണോ നിങ്ങൾ മെയിൻ ക്ലോത്ത് എടുക്കുന്നത് അതിനേക്കാളും 2-3 ഇഞ്ച് കുറച്ചിട്ട് വേണം ഈ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അതേ ഇതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ മുകളിലാണ് മടക്ക് വശം കേട്ടോ. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ലൈനിങ്ങിൽ ഇതുപോലെ ഫസ്റ്റ് മെഷർമെൻറ്റ് കൊടുത്ത ശേഷം മെയിൻ ക്ലോത്തിൽ കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടുത്തെ ഹാഫ് ഷോൾഡർ വരുന്നത് 6.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. ചെസ്റ്റ് സൈസ് ഇവിടെ വരുന്നത് 42 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഷോൾഡറിന് അധികം വീതിയില്ലാത്ത ഒരാളാണ്, അതുകൊണ്ടാണ് 6.25 ഇഞ്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഷോൾഡറിൻ്റെ ലെങ്താണ് താഴത്തേക്ക്, അത് കൊടുക്കുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും ദേ ഈ കാണുന്ന പോലെ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ്. അപ്പോൾ ചെസ്റ്റിൻ്റെ 4 ഭാഗമാണ് 42ൻ്റെ 4 ഭാഗം 10.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. 2 ഇഞ്ച് ഞാനിവിടെ സീം അലവൻസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ആം ഹോളാണ്. അപ്പോൾ ബാക്ക് ആം ഹോള് കോർണറിൽ നിന്നും 1.5 ഇഞ്ചും ഫ്രണ്ട് ആം ഹോള് 1.25 ഇഞ്ചിലുമാണ് കേട്ടോ മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ ആം ഹോളിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ബാക്ക് ആം ഹോളാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഇനി ഉള്ളിലേക്ക് നിൽക്കുന്നതാണ് ഫ്രണ്ട് ആം ഹോള്. അപ്പോൾ രണ്ടും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്യുമ്പോഴാണ് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഷേപ്പിൻ്റെ പോർഷനിലുള്ള ലെങ്താണ്. 14 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ ഷേപ്പ് വരുന്ന ഭാഗത്ത് 4 ഭാഗം 9.5 ഇഞ്ചാണ് കേട്ടോ. കൂടെ ഞാനിവിടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്, ടക്കും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സ്ലിറ്റഡാണ്. സ്ലിറ്റ് വരുന്ന ഭാഗം 20.5 ഇഞ്ചാണേ. 20.5 ഇഞ്ചിലുള്ള വിട്താണ്. 20.5 ഇഞ്ചിലുള്ള വിട്ട് 11 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അവിടെ 44 ഇഞ്ചാണ് റൗണ്ട് വരുന്നത് കേട്ടോ. 1 ഇഞ്ച് മടക്കാനും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ബോട്ടം ഭാഗത്ത് മുകളിൽ 11 ഇഞ്ചായിരുന്നു കൊടുത്തത്, താഴെ 12 ഇഞ്ചും 1 ഇഞ്ച് ഫോൾഡ് ചെയ്യാനും വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ പോർഷനുണ്ട്. സ്ലിറ്റിൻ്റെ ഭാഗം ഇതുപോലെ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ പോർഷനും വേസ്റ്റിൻ്റെ ഭാഗവും എല്ലാം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെഷർമെൻറ്റ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉള്ള മാർക്കിങ്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ആണല്ലോ ഉള്ളത്. അപ്പോൾ 2 പീസും കൂടി കട്ട് ചെയ്യുമ്പോൾ ബാക്ക് ആം ഹോൾ കൊടുത്തില്ലേ, ആ ലൈനിലൂടെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി ബാക്കി നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ്ങിൻ്റെ താഴെ ഭാഗത്ത് ഞാനിവിടെ 1/4 ഇഞ്ച് ഈ ഓപ്പൺ ആയിട്ടുള്ള പോർഷനില്ലേ, 1/4 ഇഞ്ച് ഒന്ന് ഉള്ളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് വരുന്ന ഭാഗവും ഷേപ്പ് വരുന്ന ഭാഗമൊക്കെ ഇതുപോലെ ഒരു കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷേപ്പ് ചെയ്യുമ്പോൾ ഈ കട്ട് നോക്കി ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ 2 പീസും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത ശേഷം ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ മുകളിലുള്ളതാണ് ഫ്രണ്ട് പീസ് കേട്ടോ. അപ്പോൾ അവിടെയാണല്ലോ നമ്മൾ മാർക്കിംഗ് എല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. ഇനി നെക്ക് ഞാനിവിടെ ക്യാൻവാസിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നെക്കിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മെയിൻ പീസാണ്. അപ്പോൾ മെയിൻ പീസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള വിഡ്ത്ത് മാത്രം കൊടുത്ത് ഇതുപോലെ മടക്കിയിടാം കേട്ടോ. അപ്പോൾ ഇത് 40 ഇഞ്ച് വീതിയുള്ള തുണിയാണേ. അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത് 44 ഇഞ്ചാണ് കേട്ടോ മെയിൻ ക്ലോത്ത്. അപ്പോൾ മെയിൻ ക്ലോത്ത് 44 ഇഞ്ച് ഞാനിവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം നോക്കി ബാക്കി നമ്മുടെ ലൈനിങ്ങിൻ്റെ സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു മെയിൻ പീസിൻ്റെ താഴെ ഭാഗത്തില്ലേ, നമ്മൾ ലൈനിങ്ങിൽ കൊടുത്ത പോലെ തന്നെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്കിട്ട് കട്ട് ചെയ്തും കൂടി എടുക്കണം.
അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി തുണി എക്സ്ട്രാ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 3/4 സ്ലീവാണേ, അപ്പോൾ അതും കൂടി നോക്കാം. അപ്പോൾ 40 ഇഞ്ചാണ് ഈ ഒരു തുണിയുടെ വിഡ്ത്ത് വരുന്നത് കേട്ടോ. അപ്പം 4 ആക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ലെങ്താണ് ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സ്ലീവിന് വേണ്ട ലെങ്ത് സീം എലവൻസോട് കൂടി 16 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു 16 ഇഞ്ച് ഇതുപോലൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്പണായിട്ടുള്ള ഭാഗമാണ്. ഓപ്പണായിട്ടുള്ള ഭാഗത്ത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത അവിടെ നിന്നും 2.5 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ മിഡ് പോയിൻറ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ മൊത്തം നമുക്ക് 10 ഇഞ്ചാണുള്ളത്, 5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ശേഷം നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആം ഹോൾ റൗണ്ട് ഇവിടെ 10.5 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് കറക്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി. ഇനി താഴെ സ്ലീവ് റൗണ്ട് വരുന്നത് 7 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഈ 2 പോയിൻറ്റ്സും കൂടി ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബാക്ക് സ്ലീവാണ് കേട്ടോ, രണ്ടും ബാക്ക് സ്ലീവിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്തെടുത്തത്. ഇനി ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കുഴിച്ചെടുത്തായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് സ്ലീവും 1/4 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അതേ ബാക്ക് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ പോർഷൻ മാത്രം നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് 2 സ്ലീവും ഒന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിരിക്കണം, അതല്ലെങ്കിൽ റോങ് സൈഡ് തമ്മിലായിരിക്കണം. അപ്പോൾ നമ്മളിവിടെ നല്ല വശത്താണല്ലോ മാർക്ക് ചെയ്തത്, അപ്പോൾ റോങ് സൈഡാണ് ഉള്ളിൽ വരുന്നത് കേട്ടോ. ഇതുപോലെ എടുത്ത ശേഷം ഈ കാണുന്ന പോലെ നമ്മൾ മാർക്ക് ചെയ്ത 1/4 ഇഞ്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനാണെന്ന് അറിയാൻ വേണ്ടി അവിടെയും കൂടി ഒരു കട്ട് കൂടി ഇട്ട് കൊടുക്കുക. മിഡിൽ ഭാഗവും കൂടി ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്ക് ക്യാൻവാസിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് അടുത്ത വീഡിയോയിലാണ്. താങ്ക് യു.